ഒരു ചോദ്യത്തിൻ്റെ പിന്നിലെ സ്ട്രാറ്റജി മനസ്സിലാക്കി അതിന് ഉത്തരം എഴുതാൻ കഴിയുന്നത് തന്നെയാണ് ആ ചോദ്യം സോൾവ് ചെയ്യാനുള്ള ഏറ്റവും വലിയ ഷോർട്ട് കട്ട് എന്ന് പറയുന്നത്. നമ്മളുടെ മുൻപിലേക്ക് വരുന്ന ഒരു ചോദ്യത്തിനെ സമയബന്ധിതമായി സോൾവ് ചെയ്യണമെങ്കിൽ ആ ചോദ്യം എന്താണ് ആവശ്യപ്പെടുന്നത് എന്നും എന്തൊക്കെ തന്നിട്ട് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം. മാത്തമാറ്റിക്സിൻ്റെ കേസിൽ സ്പെഷ്യലായിട്ട് അത് തന്നെയാണ് അവിടെ ഏറ്റവും കൂടുതൽ നിർണായകമാകുന്നതും. അപ്പോൾ വരാൻ പോകുന്ന ബീറ്റ് ഫോറസ്റ്റ് എക്സാമിന് ഈ പറയുന്ന സ്ട്രാറ്റജി മനസ്സിലാക്കി ഷോർട്ട് കട്ടുകളിലൂടെ എത്രയും പെട്ടെന്ന് തന്നെ സോൾവ് ചെയ്ത് മുഴുവൻ മാർക്കും സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് പഠിച്ചെടുക്കാം. വെൽക്കം ടു ടോപ്പ് എക്സ് PSC. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. നോക്ക് എൻ്റെ പ്രിയപ്പെട്ടവരെ, ചോദ്യം എന്ന് പറയുന്നത് ഇതാണ്: ഒരു ദിവസത്തിൽ എത്ര തവണ ഒരു ക്ലോക്കിൻ്റെ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും നേർരേഖയിൽ വരും? അപ്പോൾ ഒരു ക്ലോക്ക് നിങ്ങളുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരണം. ഓക്കെ, ഇതാണ് ഇപ്പം നമ്മുടെ മണിക്കൂർ നമ്മുടെ മിനിറ്റ് സൂചി എന്ന് വിചാരിക്കുക. ഇതാണ് നമ്മുടെ മണിക്കൂർ സൂചി എന്ന് വിചാരിക്കുക. നേർരേഖയിൽ വരിക എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് ഇതേ വരുള്ളൂ. ഓക്കെ ആണല്ലോ? അതായത് ഇതിൻ്റെ ഇടയിലുള്ള കോണളവ് എത്രയായിരിക്കും? 180 ഡിഗ്രി. ഇനി ഇത് മാത്രമല്ല, ഇതിന് മറ്റൊരു വശം കൂടിയുണ്ട്. നേർരേഖയിൽ വരിക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും കോയിൻസൈഡ് ചെയ്താലും ഇതും നേർരേഖ തന്നെയാണ്. ഇവിടെ കോണളവ് എന്ന് പറഞ്ഞാൽ എത്രയാണെന്നുള്ളത് 0 ഡിഗ്രി ആയിരിക്കും ഇവിടുത്തെ കോണളവ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ക്ലോക്ക് എടുത്തു കഴിഞ്ഞാൽ ഈ രൂപത്തിൽ നേർരേഖ, അതായത് എതിർദിശയിൽ മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും നേർരേഖയിൽ വരുന്ന എത്ര തവണയാണെന്ന് ചോദിച്ചാൽ 22 തവണ വരും. അതേപോലെ തന്നെ ഒരേ ദിശയിൽ മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും നേർരേഖ സൃഷ്ടിക്കുന്നത് എത്ര തവണയാണെന്ന് ചോദിച്ചാൽ അതും 22 തവണ. നമ്മളോട് എന്താ ചോദിച്ചിരിക്കുന്നത്? നേർരേഖയിൽ എത്ര തവണ വരുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ 22 കൂടെ കൂട്ടി 44 തവണയാണ് ഒരു ദിവസം ക്ലോക്കിലെ മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും നേർരേഖയിൽ വരുന്നത്. അത് വ്യക്തമായിട്ട് മനസ്സിലായി. അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വരാം. നോക്കിക്കേ, പാദം 4 സെന്റിമീറ്റർ ആയ ഒരു സമപാർശ്വ ത്രികോണത്തിന്റെ തുല്യവശങ്ങൾ 6 സെന്റിമീറ്റർ വീതമായാൽ അതിൻ്റെ പരപ്പളവ് കണ്ടുപിടിക്കണം. അപ്പം ഇവിടെ നമ്മൾ യൂഷ്വൽ ഫോർമുല ഉപയോഗിച്ചാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അവിടെ വീഴും. കാരണം അതൊന്നുമില്ലാതെ നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. പാദം എന്ന് പറയുന്നത് B എന്ന് എടുത്തു കഴിഞ്ഞാൽ ഇതിന് A ആണെങ്കിൽ ഇതും A ആയിരിക്കും. ഇതാണ് ഒരു സമപാർശ്വ ത്രികോണം അല്ലെങ്കിൽ ഐസോസെലസ് ട്രയാങ്കിൾ. 2 വശങ്ങളും തുല്യമായിരിക്കും. ഇനി ഈ B എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? 4 സെന്റിമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. A എന്ന് പറഞ്ഞാൽ 6 ആണ് അല്ലേ? തുല്യമായ വശങ്ങൾ 6 ആണ്. അപ്പോൾ ഒരു സമപാർശ്വ ത്രികോണത്തിൻ്റെ വശങ്ങൾ ആണ് നമുക്ക് നൽകുന്നതെങ്കിൽ വശങ്ങൾ നൽകിക്കഴിഞ്ഞാൽ അതിൻ്റെ പരപ്പളവ് അഥവാ ഏരിയ കണ്ടുപിടിക്കാനുള്ള സൂത്രവാക്യം എന്ന് പറയുന്നത് B/4 ഇൻറ്റു √4 ഇൻറ്റു A² മൈനസ് B² എന്നതാണ്. ഇനി ഇവിടെ A എന്ന് പറഞ്ഞാൽ 6 ആണ്, B എന്ന് പറഞ്ഞാൽ 4 ആണ്. അത് ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് വരും മക്കളെ? 4/4 ഇൻറ്റു √4 ഇൻറ്റു 6ൻ്റെ സ്ക്വയർ മൈനസ് 4ൻ്റെ സ്ക്വയർ എന്ന് വരും. ഓക്കെ, 4/4 ഒന്നാകും. ഇവിടെ എന്ത് എഴുതാൻ പറ്റും? റൂട്ട് ഇൻറ്റു ഈ 2 സൈഡിലും 4 ഉണ്ട്. ആ 4 പുറത്തെടുത്ത് കഴിഞ്ഞാൽ 6ൻ്റെ സ്ക്വയർ 36 മൈനസ് 4 സ്ക്വയറിൽ നിന്ന് ഒരു 4 പുറത്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ എന്തോ ഉള്ളൂ? ഇവിടെ ഒരു 4 ഉള്ളത്. ഓക്കെ ആണല്ലോ? ശരി, ഇനി എന്താണ് ഈ 4ന് നമുക്ക് എന്ത് ചെയ്യാം? ഈ സ്ക്വയറിന് റൂട്ടിന് പുറത്തെടുക്കാം. അതായത് വർഗ്ഗമൂലം പുറത്തേക്ക് എടുക്കാം. 4ൻ്റെ വർഗ്ഗമൂലം 2 ആണ്. അപ്പോൾ 2 റൂട്ട് 36 4 പോയാൽ 32 എന്ന് വരും. ഇനി 32 എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 8 ഇൻറ്റു 2 എന്ന് എഴുതാൻ പറ്റും. അല്ലെങ്കിൽ നോക്കുക, 8 ഇൻറ്റു 4 എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഇതിനെ വീണ്ടും 8ന് എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 2 ഇൻറ്റു 4 ഇൻറ്റു 4 എന്ന് എഴുതാം. അപ്പോൾ √32 എന്ന് പറഞ്ഞാൽ √2 ഇൻറ്റു 4 ഇൻറ്റു 4 ആണ്. ഈ 4ൻ്റെയും വർഗ്ഗമൂലം, ഈ 4ൻ്റെ വർഗ്ഗമൂലം എത്രയാണ്? 2 ഇൻറ്റു ഈ 4ൻ്റെ വർഗ്ഗമൂലം എത്രയാണ്? 2 ഇൻറ്റു √2 എന്ന് വരും. ഇത് എത്രയാണ് വരുന്നത്? 4 √2 എന്ന് വരും. അതായത് 32നെ നമുക്ക് എങ്ങനെ എഴുതാം? നോക്കുക, 32 എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 4 ഇൻറ്റു 4 ആണ്. ഇവിടെ സ്ക്വയർ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ ഇവിടെയും സ്ക്വയർ റൂട്ട് വരും. ഈ 4ൻ്റെയും വർഗ്ഗമൂലം, 4ൻ്റെ വർഗ്ഗമൂലം 2 ആണ്. അതിപ്പോൾ സ്ക്വയർ റൂട്ടിന് പുറത്തെടുക്കാം, 2 വരും. ഇൻറ്റു ഈ 4ൻ്റെ വർഗ്ഗമൂലം 2 ആണ്. ആ 2 പുറത്തേക്ക് വരും. ഇവിടെ √2 അതുപോലെ തന്നെ നിൽക്കും. ഇപ്പോൾ 2 ഇൻറ്റു 2 4 √2 എന്ന് വരും. ഓക്കെ ആണല്ലോ? അപ്പോൾ അത് ഞാൻ അവിടെ ഇട്ട് കൊടുക്കുമ്പോൾ 2 ഇൻറ്റു √32ന് പകരം 4 √2 എന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 2 ഗുണം 4 8 എന്ന് വരും. 8 √2 എന്ന് വരും. സോ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് 8 √2 സെന്റിമീറ്റർ സ്ക്വയർ എന്നതായിരിക്കും. ഓക്കെ ആണല്ലോ? വശങ്ങൾ നൽകി കഴിഞ്ഞാൽ പരപ്പളവ് കണ്ടുപിടിക്കാനുള്ള സൂത്രവാക്യം
ഇത് നമ്മളെ ഈ ചോദ്യം പെട്ടെന്ന് ചെയ്യാനായിട്ട് സഹായിക്കും. അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഓക്കെ ആണല്ലോ. ഇവിടെ ആരും ശ്രദ്ധിക്കാത്ത ഒരു ലൂപ്പ് ഹോൾ ഒളിഞ്ഞു കിടപ്പുണ്ടായിരുന്നു. ഇനി നിങ്ങൾക്കറിയാം -a എന്ന് പറയുന്ന ഒരു -aയുടെ ഓഡ് പവർ -a³ എന്ന് പറഞ്ഞാൽ -a⁴ ആണ്. അത് അവിടെ നിൽക്കട്ടെ, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയായിരിക്കും. പക്ഷേ ഇവിടെ നിങ്ങൾ ഈ 28ഉം ഈ 15ഉം ഈ 13 നോക്കിയാൽ ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. 15ഉം 13ഉം കൂടെ കൂട്ടുന്നതാണ് 28. അപ്പോൾ എനിക്കിതിന് എന്ത് എഴുതാൻ പറ്റും? നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? 28⁻3 പ്ലസ് -15⁻3 പ്ലസ് -13⁻3 വിലയാണ് ചോദിച്ചിരിക്കുന്നത്. എടാ ഈ 28നെ ഇങ്ങനെ കാണാൻ പറ്റും, 15 പ്ലസ് 13 ദ ഹോൾ ക്യൂബ് പ്ലസ് ഇതിനെ പ്ലസ് മാറ്റി ഇതിനെന്ത് ചെയ്യാൻ പറ്റും? -15 ക്യൂബ് എന്നാകും. ഇതെന്താവും? പ്ലസ്. അതായത് ഇവിടെ ഇതാണ് സംഭവിക്കുന്നത്. നമുക്ക് വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നമുക്ക് പറയാൻ പറ്റും. ഇവിടെ +15 ക്യൂബ് എന്ന് പറയുന്നത് +15 ക്യൂബ് എന്ന് പറഞ്ഞാൽ ഇതെന്താ? ഇത് ക്യൂബ് വരും. ഇനി ഈ -15 ക്യൂബ് എന്ന് പറഞ്ഞാൽ മൈനസ് ഇൻറ്റു 15ൻ്റെ ക്യൂബാണ്. ഇനി -13 ഹോൾ ക്യൂബ് എന്ന് പറഞ്ഞാൽ -13 ക്യൂബാണ്. ഇത് a+b ദ ഹോൾ ക്യൂബ് വെച്ച് എക്സ്പാൻഡ് ചെയ്യാം. a+b ദ ഹോൾ ക്യൂബ് എന്ന് പറഞ്ഞാൽ a³ പ്ലസ് 3ab ഇൻറ്റു a+b പ്ലസ് b³ എന്നൊരു രൂപമുണ്ട്. ആ രൂപം വെച്ച് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെങ്ങനെ എഴുതാൻ പറ്റും? ഇവിടെ നമുക്ക് a³ എന്ന് പറയുമ്പോൾ 15ൻ്റെ ക്യൂബ് പ്ലസ് 3 ഇൻറ്റു 15 ഇൻറ്റു 13 ഇൻറ്റു a+b എന്ന് പറഞ്ഞാൽ എന്താണ്? 15 പ്ലസ് 13 ആയിട്ടുള്ള 28 തന്നെയാണ്. 28 പ്ലസ് 13ൻ്റെ ക്യൂബ് മൈനസ് ഇവിടെ എന്തുണ്ട്? 15ൻ്റെ ക്യൂബ് മൈനസ് 13ൻ്റെ ക്യൂബ് എന്നുണ്ട്. ഇനി ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? വളരെ വളരെ എളുപ്പത്തിൽ 15ൻ്റെ ക്യൂബും -15 ക്യൂബും വെട്ടിപ്പോവും. 13 ക്യൂബ് -13 ക്യൂബ് വെട്ടിപ്പോയി. പിന്നെ പോയിട്ട് ഇത്രയും സാധനങ്ങളല്ലേ ഉള്ളത്. 15ൻ്റെ 3 ഇരട്ടി എന്ന് പറയുന്നത് എത്രയാണ്? 45 ഇൻറ്റു 13 എന്ന് വരും. 45 അല്ലേ? 45 ഇൻറ്റു 13 എന്ന് വരുമ്പോൾ i3 15 ശിഷ്ടം 1 4 12 1 13 പിന്നെ 5 4 എന്ന് വരും. അതായത് 585 എന്ന് വരും. അതിനെന്ത് ചെയ്യുക? 28 കൊണ്ട് ഗുണിച്ച് കഴിയുമ്പോൾ 0 ശിഷ്ടം 4 8 8 64 64 64 4 68 ശിഷ്ടം 6 ഇവിടെ 46 എന്ന് വരുന്നു. ഇനി എന്താണ്? i2 10 0 ശിഷ്ടം 1 n2 16 1 17 ശിഷ്ടം 1 i2 10 1 11 എന്ന് വരും. കൂട്ടുമ്പോൾ 0 8 6 7 13 ശിഷ്ടം 1 4 2 6 1 6 3 8 0 എന്ന് നമുക്ക് ഉത്തരം കിട്ടും. അപ്പോൾ പെട്ടെന്ന് ഈ സാധനം ചെയ്തെടുക്കാൻ പറ്റും. 3 8 0 ഓപ്ഷൻ സി ആയിരിക്കും നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ ആൾജിബ്രയുടെ രീതികളാണ്. ഇതല്ലാതെ വേദിക് മാത്സിൻ്റെ ഐഡിയ ഉപയോഗിച്ച് ചെയ്യാം. അത് എല്ലാവർക്കും ചിലപ്പോൾ സുപരിചിതമാവണമെന്നില്ല, പക്ഷേ ഈ സാധനം എല്ലാവർക്കും സുപരിചിതമായിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇവിടെ 28ൻ്റെ ക്യൂബ് 28നെ 3 തവണ ഗുണിച്ച് 15നെ 3 തവണ ഗുണിച്ച് 13നെ 3 തവണ ഗുണിച്ച് അങ്ങോട്ടൊന്നും പോകണ്ട. ഈ രീതിക്ക് ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നോക്കിക്കേ, ഒരു ഗോളത്തിൻ്റെ സ്പിയറിൻ്റെ ആരം ഇരട്ടിയായാൽ ഉപരിതല വിസ്തീർണം എത്രയായിരിക്കും? അപ്പം ഇവിടെ വ്യക്തമായിട്ടും സ്പിയർ ഗോളം. ഇനി ആരം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാൻ മേലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി മാത്രമായിട്ടൊന്ന് പറഞ്ഞോട്ടെ. ആരം എന്ന് പറയുന്നത് റേഡിയസ് ആണ്. അപ്പോൾ ഇവിടെ ചോദ്യം ശ്രദ്ധിക്കണം. പലരും ഈ ചോദ്യം ചോദിച്ച വർഷം തെറ്റിച്ചൊരു ചോദ്യമാണ്. എത്ര വർദ്ധിക്കും എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ സ്പിയറിൻ്റെ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ 4πr² ആണ്. നിങ്ങൾ ഇങ്ങോട്ടൊന്നും ചെയ്യാൻ നിൽക്കണ്ട, നിങ്ങൾക്കിത് പെട്ടെന്ന് ഞാൻ പറഞ്ഞു തരാം. ഇപ്പം ഞാനിതൊന്ന് പഠിപ്പിക്കുന്നുണ്ടൊന്ന് പറഞ്ഞോട്ടെ. ഓക്കെ, ഇപ്പം എന്താണ്? r റേഡിയസ് ആർന്ന സാധനം എന്താണ്? ഇരട്ടിയായി 2r ആയി. അപ്പോൾ ഇതാണ് ആദ്യത്തെ സ്പിയർ. അപ്പോൾ രണ്ടാമത്തെ സ്പിയർ S2. അതിൻ്റെ വ്യത്യാസം എന്താണ്? 4π. r എന്തായി? 2r ആയി. 2r ദ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്ത് വരും? 4π ഇൻറ്റു 2ൻ്റെ സ്ക്വയർ 4, 6ൻ്റെ സ്ക്വയർ r² തന്നെ. അപ്പോൾ ഞാൻ ഇതിനെല്ലാം കൂടെ ചേർത്ത് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് വരും? ഇത്
4×4πr² എന്ന് വരും. അതായത് 4 ആദ്യത്തെ സ്പിയറിൻ്റെ ഉപരിതല വിസ്തീർണം. അപ്പോൾ രണ്ടാമത്തെ സ്പിയർ, അപ്പോൾ ആരം ഇരട്ടി ആയിക്കഴിഞ്ഞാൽ ആദ്യത്തെ സ്പിയറിൻ്റെ 4 ഇരട്ടി ആയിരിക്കും പുതിയതായിട്ട് വന്ന സ്പിയറിൻ്റെ. അതായത് ഒരു സ്പിയറിൻ്റെ ആരം ഇരട്ടി ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ സർഫസ് ഏരിയ എന്താകും? ആദ്യം ഉണ്ടായിരുന്നതിനേക്കാൾ 4 ഇരട്ടിയാകും. അതായത് 100% ആയിരുന്നു എങ്കിൽ അത് എന്തായി മാറും? 400% മാറും. ഓക്കെ ആണല്ലോ. ആദ്യത്തെ സ്പിയറിൻ്റെ എന്താണ് ഉപരിതല വിസ്തീർണത്തിനെ ഞാൻ 100% എടുത്താൽ രണ്ടാമത്തെ സ്പിയറിൻ്റെ എന്തായിരിക്കും? 4×100%, അതായത് 400% ആകും. അപ്പോൾ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് എന്തായിരിക്കും? 400% ആയിരിക്കും. അങ്ങനെ എഴുതരുത്. ഇവിടെ ചോദ്യം എത്ര വർദ്ധിച്ചു, ഈ 100 എത്ര വർദ്ധിച്ചിട്ടാണ് 400 ആയത്? 300 വർദ്ധിച്ചിട്ടാണ് 400 ആയത്. 300%. അപ്പം വർദ്ധനവ് ആണ് ചോദിച്ചതെങ്കിൽ പുതിയ ഉപരിതല വിസ്തീർണം എന്ന് ചോദിക്കുമ്പോഴും എത്ര വർദ്ധിച്ചു എന്ന് ചോദിക്കുമ്പോൾ രണ്ടും രണ്ടാണ്. അപ്പോൾ എന്താണ്? 300% ഇവിടെ വർദ്ധിച്ചിട്ടുണ്ട്. 100 300 ആയിട്ടാണ് 400 ആയത്. അത് വ്യക്തമായിട്ട് ചിന്തിച്ചോണം. പലപ്പോഴും പലരും വീണു പോകുന്നതാണ്. ഇനി നിങ്ങൾ വീഴില്ല. ഓക്കെ, ശരി. അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യം നോക്കാം. ഇത് എക്സ്പോണൻസ് നിന്നും മക്കളെ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചോണം. എക്സ്പോണന്റ് ഈയിടെയായിട്ട് PSCക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സാധനമാണ്. ഓക്കെ, ഇവിടെ എനിക്ക് നിങ്ങളോട് ഓർപ്പിക്കാനുള്ളത് ഈ രണ്ട് കാര്യങ്ങളാണ്. റിസൾട്ട് a/b (n) എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം b/a (n) എന്നാണ്. ഈ മൈനസ് പോകാൻ വേണ്ടി ഇതിനെ തിരിച്ചിട്ടാൽ മതി. ഇനി മറ്റൊരു കാര്യം, a/m/n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? a/1/n (m) എന്ന് എഴുതാൻ പറ്റും. കാരണം m/n എന്ന് പറഞ്ഞാൽ m×1/n എന്ന് വേണമെങ്കിൽ കാണാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ റിസൾട്ട് ഓർക്കാം. a/m എന്ന് പറഞ്ഞാൽ a/m×n ആണ്. ഇത്രയും കാര്യങ്ങൾ അറിയാമെങ്കിൽ ഇത് പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇവിടെ നോക്കിക്കേ, എന്താണ് പറയുന്നത്? 0.04 (-1.5) എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കിക്കോ. 1.5 1.5 എന്ന് പറഞ്ഞാൽ എന്താണടാ? 3 അല്ലേ? 3ന്റെ പകുതിയല്ലേ 1.5 എന്ന് പറയുന്നത്? 1.5 എന്ന് പറയുന്നത് 3ന്റെ പകുതിയാണ്. അതായത് 3/2 ആണ്. ഇനി 0.04 എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 4/100 എന്ന് എഴുതാൻ പറ്റും. 4/100 (-1.5). ഓക്കെ, ഈ 4ഉം ഈ 100ഉം വെട്ടുമ്പോൾ ഇവിടെ 25 എന്ന് വരും. അതായത് 1/25 (-1.5). ഈ മൈനസ് കളയാൻ വേണ്ടി എന്ത് ചെയ്യാം? ഈ 25 1/25 തിരിച്ചിടുക. 25/1 ഇത് 1.5 ഇതാവും. എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? 25/1 ഏത് സംഖ്യയും ഒന്നുകൂടെ ഹരിച്ചാലും 1 തന്നെയാണ്. അപ്പോൾ ഇതെന്ത് വരും? 25 (1.5) ഇത് വരും. കഴിഞ്ഞിട്ടില്ല. ഇതിനെന്ത് ചെയ്യാൻ പറ്റും? 25 (1.5) എന്ന് പറഞ്ഞാൽ 3/2 എന്നാണ്. ഇതിനെനിക്ക് എങ്ങനെ എഴുതാം? വീണ്ടും 25 (1/2) 25 (1/2) എന്ന് എഴുതാം. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു നമ്പർ (1/2) എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്ക്വയർ റൂട്ടാണ്. അപ്പോൾ 25ൻ്റെ സ്ക്വയർ റൂട്ടാണ് ഇവിടെ വരുന്നത്. ഉത്തരം 5 എന്ന് വരും. 5ൻ്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ 5നെ 3 തവണ മൾട്ടിപ്ലൈ ചെയ്യുന്നു. 5 × 5 25, 25 × 5 125 എന്ന് ഉത്തരം വരുന്നു. ഓക്കെ ആണല്ലോ. അപ്പം ഇവിടെ ഇത് പിന്നെ ഇത് ഈ 3 കാര്യങ്ങൾ കൃത്യംഗങ്ങളിൽ നിന്നും അറിയാമെങ്കിൽ ഈ ചോദ്യം നമുക്ക് പെട്ടെന്ന് ചിന്തിക്കാൻ പറ്റും. ഓക്കെ ആണല്ലോ. അപ്പം നിങ്ങളുടെ ലോജിക്ക്, നിങ്ങളുടെ മൈൻഡ് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നതിനനുസരിച്ച് മാത്രമാണ് ആ സമയത്ത് ഈ ഉത്തരം നിങ്ങളുടെ ഉള്ളിലേക്ക് തെളിഞ്ഞു വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സ്ട്രാറ്റജി മനസ്സിലാക്കിയാൽ ഷോർട്ട് കട്ട് താനേ വരും. ഓക്കെ, ശരി. അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യം നോക്കാം. കോഡ് ഭാഷ വെച്ചിട്ട് ചെയ്യുന്ന സാധനമാണ്. ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദ്യ പേപ്പർ കിട്ടിക്കഴിയുമ്പോൾ അതിൻ്റെ റഫ് വർക്കിൻ്റെ സ്പേസിലേക്ക് ആദ്യം തന്നെ നിങ്ങൾ ഞാൻ എഴുതി വെച്ചിരിക്കുന്ന ടേബിൾ ഇങ്ങനെ തന്നെ ഒന്ന് എഴുതി വെക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ ആണല്ലോ. ശരി. അങ്ങനെയെങ്കിൽ ഇവിടെ ബോയ് എന്ന് പറയുന്നതിനെ 7 എന്ന് കോഡ് ചെയ്തിരിക്കുന്നു. ഇതെങ്ങനെ വന്നു നമുക്ക് നോക്കാം. അപ്പോൾ എന്താണ്? ബോയിനെ ഒറ്റ അക്കത്തിലേക്കാണ് കോഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. B എന്നാൽ 2, O എന്നാൽ എത്രയാണടാ? O എന്നാൽ 15. ഇനി Y എന്നാൽ 25. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ എത്രയാണ് വരുന്നത്? 25ഉം 5ഉം 30, 30ഉം 10ഉം 40, 40 2ഉം 40. ശരിയല്ലേ? 25ഉം 15ഉം 2ഉം അല്ലേ? എത്ര വരും?
നമുക്ക് നോക്കാം. 5 5 10, 10 2 12, ശിഷ്ടം 1, 2 2 4, 42 എന്ന് വരുന്നു. 42 എന്ന് വരുന്നു. അപ്പം ഈ 4ഉം 2ഉം കൂടെ കൂട്ടുമ്പോൾ എത്ര വരും? 4ഉം 2ഉം കൂടെ കൂട്ടിയാൽ 6 എന്ന് വരും. ഇവിടെ എങ്ങോട്ടാണ് പോയിരിക്കുന്നത്? 7ലേക്ക്. അപ്പോൾ 6 1 കൂടി 7ആയി. അപ്പോൾ ആ ഒരു ഐഡിയ മനസ്സിലായി. ഇനി നമുക്ക് നോക്കാം ഇവിടെ പറഞ്ഞിരിക്കുന്ന എല്ലാം കറക്റ്റ് ആണോ എന്ന്. വുമൺ എന്നുള്ളതിനെ 65 എന്നാണോ കോഡ് വരുന്നത് എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കറിയാം W എന്നാൽ എത്രയാണ്? 23 ആണ്. ഇനി O എന്നാൽ 15, M എന്നാൽ 13, A എന്നാൽ 1, N എന്നാൽ 14. നമുക്കെല്ലാം കൂടെ ഒന്ന് കൂട്ടുമ്പോൾ എത്ര? 23ഉം 15ഉം 13ഉം 1 4 15 എന്ന് എഴുതാം. ഓക്കെ ആണല്ലോ. ഇവിടെ എത്ര വരും? 3 5 3 8 8 8 16, ശിഷ്ടം 1 1 2 3 4 4 2 6 66 എന്നാണ് ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ വരുന്നത്. 66. ശരിക്കും ഇത് 7 നമുക്കിവിടെ നേരത്തെ കൂട്ടിയപ്പോൾ എത്ര കിട്ടി? 66 എന്നാണ് വരുന്നത്. ഈ 66ൻ്റെ അകത്ത് 6ഉം 6ഉം കൂട്ടുമ്പോൾ 12 എന്നാണ് വരുന്നത്. അത് ഒരു കാരണവശാലും എങ്ങോട്ട് കൊണ്ടുപോകുന്നില്ല? നമ്മളെ 65ലേക്ക് കൊണ്ടുപോകുന്നില്ല അല്ലേ? 6ഉം 6ഉം കൂട്ടുമ്പോൾ 12, വീണ്ടും 1ഉം 2ഉം കൂടെ കൂട്ടുമ്പോൾ 3 എന്ന് വരുന്നത്. ആ 3 65ലേക്ക് ഒരു കാരണവശാലും വരുന്നില്ല. അപ്പോൾ വുമണിനെ 65 എന്ന് കോഡ് ചെയ്തിരിക്കുന്നത് എന്താണെന്ന് പറയാം? തെറ്റാണ് എന്ന് പറയാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഗോഡ് എന്നത് കറക്റ്റ് ആണോ എന്ന് നോക്കാം. അതായത് ഈ ഒരു റൂൾ അനുസരിച്ച് ഇവിടെ നമ്മൾ കണ്ടുപിടിച്ച റൂൾ പോലെ തന്നെയാണോ അത് വരുന്നതെന്ന് നമുക്ക് നോക്കാം. G എന്നാൽ എന്താണ്? 7 ആണ്. O എന്നാൽ എന്താണ്? 15 ആണ്. D എന്നാൽ എന്താണ്? 4 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം. ഗോഡിനെ 9 എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്? നമുക്ക് നോക്കാം. 7ഉം 15ഉം 4, 7ഉം 4ഉം 11. അപ്പോൾ 11ഉം 15ഉം കൂടെ എത്രയാണ് വരുന്നത്? 26 എന്ന് വരും. ഇവിടെ എന്ത് വരും? 6 2 8 എന്ന് വരും. 8ൻ്റെ കൂടെ 1 കൂട്ടുമ്പോൾ 9 കിട്ടുന്നു. അപ്പം ഇത് കറക്റ്റാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? 2 ഒന്നാമത്തെ തെറ്റും 2 ശരിയുമാണ്. 1 തെറ്റും 2 ശരിയുമാണ് എന്ന് പറയുന്ന ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ. അത് ഓപ്ഷൻ എ ആണ്. അപ്പോൾ ആശയം വ്യക്തമായിട്ട് മനസ്സിലായി. ഈ ഒരു രീതിയിൽ ചോദ്യം വേണമെങ്കിൽ വരാം. ഓക്കെ ആണല്ലോ. ഇതൊക്കെ നമ്മുടെ സമയം കളയുന്നതാണ്. അപ്പോൾ എപ്പോഴും ബാക്കിയുള്ള എല്ലാ ചോദ്യങ്ങളും കഴിഞ്ഞിട്ട് വേണം ഈ ഒരു ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് നിങ്ങളുടെ സമയം നൽകാൻ വേണ്ടിയിട്ട്. ആ ഒരു സ്ട്രാറ്റജി വ്യക്തമായിട്ടും ചിന്തിക്കണം. എല്ലാ ഉത്തരങ്ങളും കിട്ടുമ്പോഴല്ല, കൈവിട്ട് പോകാതെ ഉള്ള സാധനങ്ങളെല്ലാം പിടിച്ചടക്കുമ്പോഴാണ് നിങ്ങൾ ഹീറോ ആകുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങളിൽ സമയം നഷ്ടപ്പെടാൻ പാടില്ല. ശ്രദ്ധിക്കണം. ശരി, അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഒറ്റയാനെ കണ്ടെത്തുക എന്നുള്ളതാണ്. ഓക്കെ ആണല്ലോ. എന്താണ്? 56 72 90 110 132 150. എടാ 56ഉം 72ഉം കൂടെ എടുക്കുമ്പോൾ എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കിക്കേ. 56ഉം 16ഉം കൂടെ കൂടുമ്പോൾ 72 വരും. 72ഉം 18ഉം കൂടെ കൂടുമ്പോൾ 90 വരും. 90ഉം പിന്നെ 20ഉം കൂടെ കൂടുമ്പോൾ 110 വരും. 110ഉം 22ഉം കൂടെ കൂടുമ്പോൾ 132 വരും. അപ്പം നമ്മൾ നോക്കിക്കേ, ഇവിടെ എന്താണ്? ശ്രേണിക്കകത്ത് ശ്രേണി. ഇതെങ്ങനെയാണ് വരുന്നത്? എല്ലാം 2 കൂടിയല്ലേ പോകുന്നത്. ഇത് 22. ഇനി അടുത്തത് എന്ത് വരും? 22നോട് കൂടെ 2 കൂട്ടുമ്പോൾ 24. ആ 24 വേണം കൂട്ടാൻ. 132നൊപ്പം 24 കൂട്ടുമ്പോൾ 156 വരേണ്ടത്. എന്നാൽ ഇവിടെ വന്നിരിക്കുന്നത് 150ആണ്. അപ്പോൾ ബാക്കി ഇത്രയും ആളുകൾ ഫോളോ ചെയ്യുന്ന ആ പാറ്റേൺ നശിപ്പിക്കുന്നത് ആരാണ്? 150 എന്ന് പറയുന്ന ഒറ്റ ആളാണ്. സോ നമ്മുടെ ഉത്തരമെന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് ഒറ്റയാനായി നിൽക്കുന്നത് 150ആണ്. എപ്പോഴും ശ്രദ്ധിക്കുക, ഒറ്റയാൻ എന്ന് പറയുമ്പോൾ കൂട്ടത്തിലുള്ള എല്ലാ ആൾക്കാരും പൊതുവായി പാലിക്കുന്ന ഒരു നിയമമോ ഒരു രീതിയോ പാലിക്കാതെ അവിടെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ആളെ വേണം കണ്ടുപിടിക്കാൻ. അല്ലാതെ ഒറ്റപ്പെട്ട ആളുടെ പ്രത്യേകത പൊക്കി പിടിച്ച് കാണിച്ചല്ല ഒറ്റയാനെ കണ്ടെത്തുന്നത്. ഓക്കെയാണ്, വ്യക്തമായിട്ട് മനസ്സിലായി. അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഇവിടെ 2 കാര്യങ്ങൾ, അതായത് ശരാശരി എന്ന് പറയുന്ന ആശയവും അതുപോലെ ജോമെട്രി ഓൾജിബ്രയുടെ ഒരു ഇക്വേഷനും കൂടെയാണ് ഇവിടെ കടന്നു വരുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ABC-യുടെ ശരാശരി m ആണ് എന്ന് പറഞ്ഞാൽ a + b + c എന്ന് പറഞ്ഞ് ഹോൾ ഡിവൈഡഡ് ബൈ 3 എന്ന് പറയുന്നത് m ആണ്. അപ്പോൾ ഇതിൽ നിന്നും എനിക്ക് എന്ത് എഴുതാൻ പറ്റും? a + b + c എന്ന് പറയുന്നത്
3m ആണെന്ന് കാണാം. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? a ഇൻറ്റു ബി പ്ലസ് ബി ഇൻറ്റു സി പ്ലസ് സി ഇൻറ്റു എ എന്ന് പറയുന്നത് 0 ആണെന്ന് ഓൾറെഡി തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ദാ ഈ ഒരു സൂത്രവാക്യം, ഈ ഒരു എന്താ പറയുക നിയമം നിങ്ങൾക്കറിയാം. a പ്ലസ് ബി പ്ലസ് സി ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എ ബി പ്ലസ് ബി സി പ്ലസ് സി എ ആണെന്ന് നിങ്ങൾക്ക് അറിയാം. എടാ എ പ്ലസ് ബി പ്ലസ് സിക്ക് വരെ 3m എന്നിട്ട് കൊടുത്തൂടെ? ഇവിടെ എന്ത് വരും? 3m the whole square is equal to a square plus b square plus c square. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? a square b square c squareന്റെ ശരാശരി, അതായത് a square plus b square plus c square whole divided by 3 എത്രയാണ് എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ തുക നമുക്ക് ആദ്യം വേണം. ഈ തുക കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു ഫോർമുലയുടെ സഹായം തേടുന്നത്. അപ്പോൾ ഇതെന്ത് വരും? +2 ഇൻറ്റു ഇത്രയും സാധനം 0 ആണെന്ന് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. അപ്പോൾ 2 ഇൻറ്റു 0 എന്ന് വരും. അതായത് ഇവിടെ എന്ത് വരും? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ എന്ന് പറയുന്നത് 3m the whole square, 3യുടെ സ്ക്വയർ ഇൻറ്റു എമ്മിൻ്റെ സ്ക്വയർ, അതായത് 9m സ്ക്വയർ എന്ന് വരും. അപ്പം എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ എന്നതിൻ്റെ എ ബി സ്ക്വയറിൻ്റെ ശരാശരി എന്തായിരിക്കും? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ ബൈ 3 എന്ന് പറഞ്ഞാൽ 9m സ്ക്വയർ ബൈ 3 എന്ന് വരുന്നു. 3ഉം 9ഉം കൂടെ വെട്ടുമ്പോൾ ഇവിടെ 3 എന്ന് വരുന്നു. 3 ഇൻറ്റു എം സ്ക്വയർ എന്നതായിരിക്കും നമുക്ക് ആവശ്യമായിട്ടുള്ള ഉത്തരം. ഓപ്ഷൻ ബി ആയിരിക്കും നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. എല്ലാവർക്കും ഇത് മനസ്സിലായോ? ക്ലിയർ ആണോ? ശരി, അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ചോദ്യത്തിലേക്ക് കടന്നു വരാം. ദാ ഈ ചോദ്യത്തിനെ സംബന്ധിച്ച് ചിന്തിക്കേണ്ട കാര്യം, ദാ ഇൻറ്റു എന്ന് പറഞ്ഞാൽ മൈനസ്, ഇനി ഡിവിഷൻ എന്ന് പറഞ്ഞാൽ പ്ലസ്. ഇനി ദാ ഒരു കാര്യം കൂടെ പറഞ്ഞിരിക്കുന്നു, പ്ലസ് എന്ന് പറഞ്ഞാൽ ഡിവിഷൻ, മൈനസ് എന്ന് പറഞ്ഞാൽ ഇൻറ്റു. അപ്പോൾ ഇവിടെ ചിന്തിക്കുക, ഇൻറ്റുവും പ്ലസ്സും അടുത്തടുത്ത് വരുമ്പോഴാണ് കാര്യം. ഓക്കെ ആണല്ലോ? അപ്പോൾ ആ ഒരു ലൂപ്പ് ഹോൾ വെച്ച് നമുക്ക് ചിന്തിക്കാം. അപ്പോൾ ഈ പ്ലസ് ആണ് ഡിവിഷൻ. ഡിവിഷൻ പ്രോപ്പറായിട്ട് നടന്നെങ്കിൽ മാത്രമേ, ഇവിടെ നോക്കി, ഇവിടെ ഒന്നും ഫ്രാക്ഷൻ അല്ല, ഭിന്നസംഖ്യകളല്ല, പൂർണ്ണസംഖ്യകളാണ്. അപ്പോൾ ഡിവൈഡ് ചെയ്യുമ്പോൾ കംപ്ലീറ്റ്ലി പൂർണ്ണമായിട്ടും ഹരിക്കാൻ കഴിയണം. അപ്പോൾ നമുക്ക് നോക്കാം, പ്ലസ് അല്ലേ ഡിവിഷന് തുല്യം? അപ്പോൾ ഇവിടെ എല്ലാം പ്ലസ് വരുന്നത് ഞാൻ എന്ത് റൗണ്ട് ചെയ്യുന്നു? ഇവിടെ പ്ലസ് വരുന്നു, ഇവിടെ പ്ലസ് വരുന്നു, ഇതിൻ്റെ അകത്ത് ഇവിടെ പ്ലസ് വരുന്നു. ഓക്കെ ആണല്ലോ? ശരി, അപ്പോൾ ഇവിടെ നോക്കാം, ഇവിടെ എന്ത് വരും? ഇവിടെ 2/3 എന്ന് വരും. ഇനി മറ്റൊരു കാര്യം കൂടെ ഞാൻ ചെയ്യുകയാണ് കേട്ടോ. ഇവിടെ വേറൊരു കളർ വെച്ച് ചെയ്യാം. ദാ ഇൻറ്റു വരുന്നത്, അതായത് ഇൻറ്റു വരുന്നത് മൈനസ് ആണ്. ഇനി മൈനസ് വന്നാൽ ഇൻറ്റു ആണെന്ന് പറയാം. മൈനസ് വന്നാൽ ഇൻറ്റു ആണ്. അപ്പം ഇവിടെ മൈനസ് വരുന്നത് എല്ലാം കൂടെ ഇത് ചെയ്യുന്നു. മൈനസ് ഇവിടെയാണ് മൈനസ്, ഇവിടെയാണ് മൈനസ്, ഇവിടെയാണ് മൈനസ്. ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ ഇൻറ്റു മൈനസും അടുത്തടുത്ത് വന്നു, മൈനസും പ്ലസും അടുത്തടുത്ത് വന്നു. അതായത് ശരിക്കും പറഞ്ഞാൽ ഡിവിഷനും ഇൻറ്റുവും അടുത്തടുത്ത് വന്നു എന്നുള്ളത്. അപ്പം ഇനി നമുക്ക് നമ്മുടെ ആവശ്യത്തിലേക്ക് വരാം. ഈ ഇത്രയും കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എന്താ പറയുന്നത്? പ്ലസ്, ഇവിടെ 2/3 വരും. ഇനി ഇൻറ്റു എന്ന് പറയാൻ ശരിക്കും എന്താണടാ? മൈനസ് ആണ് അല്ലേ? അപ്പോൾ ഇത് എന്ത് വരും? 6 - 2 ഡിവൈഡഡ് ബൈ 3 വരും. 2/3 എന്നുള്ളത് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഒരിക്കലും നമുക്ക് എന്ത് പറ്റില്ല? 15 എന്ന ഉത്തരത്തിലേക്ക് എത്തൂല. അപ്പം അത് നമുക്ക് വെട്ടാം. ഇനി ഇതുപോലെ തന്നെ 10/3 എന്നുള്ളത് പൂർണ്ണ അല്ലേ? ഇവിടെ പ്ലസ് എന്ന് പറഞ്ഞാൽ ഡിവിഷൻ അല്ലേ? 10/3 എന്നുള്ളത് പൂർണ്ണമായിട്ട് ഹരിച്ചു പോവോ? ഇല്ല. ഇനി അതിൻ്റെ കൂടെ ഇപ്പറയുള്ളത് ഇൻറ്റു ആണ്, അവിടെ മൈനസ് ആണ്. അപ്പോൾ അതും നമുക്ക് വേറെ ഒന്നും സഹായകമാവില്ല. അതായത് ഇതൊരു പൂർണ്ണസംഖ്യ എത്തില്ല, ഭിന്നസംഖ്യ ആയിരിക്കും വന്നു ചേരുന്ന ഉത്തരമായിട്ട്. അപ്പം ഇതും അല്ല ഉത്തരമെന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. ഇനി അടുത്തത് സി ആണോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ എന്താണ്? ഇവിടെ 20നും 16നും ഇടയിലാണ്. 20/16 എന്നാ വരുന്നത്. അതിൻ്റെ തൊട്ട് മുമ്പ് നിൽക്കുന്നത് ഇൻറ്റു ആണ്. ഇൻറ്റു എന്ന് പറയാൻ ശരിക്കും എന്താ? മൈനസ് ആണ്. അപ്പോൾ ഇതും നമുക്ക് എന്തില്ല? 6 എന്ന് പറഞ്ഞൊരു പൂർണ്ണസംഖ്യ വരില്ല, ഭിന്നസംഖ്യ വരുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇതും നമുക്ക് വെട്ടാം. 3 വെട്ടിയാൽ പിന്നെ ഇതായിരിക്കും വരുന്നത്. അത് വേണേൽ നമുക്കൊന്ന് ഉറപ്പിച്ച് നോക്കാം. എന്താ നോക്കിക്കേ, ഇവിടെ എന്താണ് വരുന്നത് എന്നുള്ള കാര്യം നോക്കിക്കേ. ഇവിടെ എന്താണ്? 3/5 എന്ന് വരുന്നു. 3/5 എന്ന് പറയുമ്പോൾ 3/5 എന്ന് വരുന്നു. ഓക്കെ, ഇനി മൈനസ് എന്നാൽ ഇൻറ്റു അല്ലേ? അപ്പോൾ ഇൻറ്റു എന്ന് വരും. അതിന് തൊട്ട് മുമ്പുള്ള സംഖ്യ 10 ആണ്. അപ്പോൾ ഇതും കൂടെ വെട്ടിപ്പോയിട്ട് ഇവിടെ 2 × 3 6 എന്ന് വരും. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇത്രയും ഭാഗം 6 ആയി മാറും. ഇവിടെ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിവിഷൻ എന്ന് പറഞ്ഞാൽ പ്ലസ് ആണ്. അപ്പോൾ 8 + 6. ഇനി ഇൻറ്റു എന്ന് പറയാം -6. അതായത് 8 + 6 - 6 എന്ന് പറഞ്ഞാൽ 8 എന്ന് തന്നെ വരും. ഓക്കെ ആണല്ലോ? അപ്പോൾ ഓപ്ഷൻ ഡി ആയിരിക്കും നമ്മുടെ ശരിയായ ഉത്തരം. ഓപ്ഷൻ ഡി ആയിരിക്കും. അപ്പോൾ ഇവിടെ ഞാൻ ചെയ്ത ആ സ്ട്രാറ്റജി മനസ്സിലാക്കുക. എല്ലാം ചെയ്യുന്നില്ല. എപ്പോഴും ഡിവിഷൻ നമ്മുടെ കൈവിട്ട് പോയി കഴിഞ്ഞാൽ
ഒരിക്കലും നമുക്ക് എന്ത് വരില്ല, ഇവിടെ പൂർണ്ണസംഖ്യകൾ ഇവിടെ അതായത് ഇങ്ങനെയുള്ള നിസ്സർഗ സംഖ്യകൾ മാത്രമായിട്ട് വരണമെങ്കിൽ പൂർണ്ണമായിട്ടും ഹരണം അവിടെ നടന്നിരിക്കണം. അപ്പോൾ പൂർണ്ണ ഹരണം നടക്കാത്തവരെ അതിൻ്റെ അന്ന് ഒഴിവാക്കുന്നു. അപ്പോൾ പൂർണ്ണ ഹരണം നടക്കാത്തത് ആദ്യത്തെ 3 എണ്ണത്തിൽ നടക്കുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കിയാൽ ബാക്കിയുള്ളത് ക്ലിയർ ആണ്. പൂർണ്ണ ഹരണം നടക്കണമെങ്കിൽ ഒന്നുകിൽ അവിടെ കംപ്ലീറ്റ്ലി ഹരിക്കാൻ പറ്റണം, അല്ലെങ്കിൽ ഹരണവും ഗുണനവും അടുത്തടുത്ത് വരണം. ഓക്കെ ആണല്ലോ, ക്ലിയർ ആണ്, നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യം നോക്കാം. അടുത്ത സംഖ്യ ഏത് എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ നോക്കിക്കേ 125 135 എത്ര കൂടി? 10 കൂടിയിട്ടാണ്. 135 120 എത്ര കൂടിയിട്ടാണ്? ഇവിടെ എന്ത് സംഭവിച്ചു നോക്കിക്കേ, 15 കുറഞ്ഞപ്പോഴാണ് അത് അങ്ങനെ ആയത്. ഇനി അടുത്ത 120 130 10 കൂടിയപ്പോൾ, 130 115 എന്ത്? 15 കുറഞ്ഞപ്പോൾ. 125നോടൊപ്പം 115 10 കൂട്ടിയപ്പോൾ 125. ഇനി 125 നിന്നും 15 കുറയ്ക്കുന്നു. 125 നിന്നും 15 കുറയ്ക്കുമ്പോൾ എത്ര വരും? 115 എന്ന് വരും അല്ലേ. -15 ചെയ്യുമ്പോൾ 115 അല്ല 110 എന്ന് വരും അല്ലേ. 125 നിന്നും 15 കുറയ്ക്കുമ്പോൾ 110 എന്ന് വരും. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആയിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി നിങ്ങൾ ഇപ്പോഴും മനസ്സിലാക്കേണ്ടത്, ഇനി നിങ്ങൾ അടുത്തൊരു മാത്സിൻ്റെ ചോദ്യം എടുത്ത് ചെയ്യുമ്പോൾ ഈ രീതിക്ക് ചിന്തിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് മുമ്പോട്ട് പോകാം. ഇനി മുമ്പോട്ടുള്ള ദിവസം കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യുക, റിവിഷൻ കൊടുക്കുക, മനോഹരമായിട്ട് പഠിക്കുക. നിങ്ങളെ തന്നെ സ്ട്രെസ്സിലാക്കരുത്. നമുക്ക് വേണ്ട ലക്ഷ്യത്തെ പറ്റിയും നമ്മൾക്ക് കവർ ചെയ്യേണ്ട, നമുക്ക് കടന്നു പോകേണ്ട വഴികളെ പറ്റിയും വ്യക്തമായിട്ട് മനസ്സിൽ ചിന്തിക്കുക. ആ സ്വപ്ന ജോലി നിങ്ങളിലേക്ക് എത്രയും വേഗം തന്നെ എത്തട്ടെ എന്ന ആശംസകളോടെ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടുകാരനിലേക്കോ കൂട്ടുകാരിയിലേക്കോ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേടാ. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. കാണും വരേക്കും ബൈ, ടാറ്റ, ഹാപ്പി ലേണിംഗ് വിത്ത് ടോപ്പിക്.